പ്രചാരണ തിരക്ക് ഒഴിയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരിക്കാൻ ഇന്നെത്തും. സുരക്ഷയുടെ ഭാഗമായി കന്യാകുമാരിയിൽ സന്ദർശകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2000-ലധികം പോലീസുകാരെ പ്രദേശത്ത് വിന്യസിച്ചു. വൈകിട്ട് 3:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി 4:30 ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് തിരിക്കും. ഗസ്റ്റ് ഹൌസിൽ വിശ്രമിച്ച ശേഷം കന്യാകുമാരി ക്ഷേത്ര ദർശനം, തുടർന്ന് ബോട്ടിൽ വിവേകാനന്ദ പാറയിലേക്ക്. ധ്യാനത്തിനു ശേഷം ജൂൺ 1 വൈകിട്ടോടെ തിരുവനന്തപുരം വഴി ഡൽഹിയിലേക്ക് മടങ്ങും. 2019 തെരഞ്ഞെടുപ്പ് കാലത്തും മോദി സമാനമായ രീതിയിൽ ധ്യാനമനുഷ്ഠിച്ചിരുന്നു. കലാശക്കൊട്ട് കഴിഞ്ഞ് ഉത്തരാഖണ്ഡിലെ കേദാർനാഥ് ക്ഷേത്രത്തിന്റെ ഭാഗമായ സമുദ്രനിരപ്പിൽ നിന്ന് 11,700 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന രുദ്രദാന ഗുഹയിലാണ് മോദി 17 മണിക്കൂർ ധ്യാനമിരുന്നത്. ചിത്രം മോദി തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത്. ചിത്രം വൈറലായി. തെരഞ്ഞെടുപ്പ് അവസാനിക്കും മുമ്പേ മോദിയുടെ ധ്യാനചിത്രം വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്കും വഴിവെച്ചു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെക്കേ ഇന്ത്യയിലെ പ്രചാരണത്തിൽ BJP പ്രത്യേക ശ്രദ്ധ നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ തെക്കേ ഇന്ത്യയിൽ പ്രചാരണം നടത്തുന്നതിനൊപ്പം തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിലും മോദി തുടർച്ചയായി സന്ദർശനം നടത്തിയിരുന്നു. 24 തിരുവനന്തപുരം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.